തലയിൽ കൊണ്ട് നടക്കണം, ആരെ താഴെ ഇറക്കി വെക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. നിൽക്കുന്നവരുടെ ആയിക്കോട്ടെ, കുറേ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലായി എനിക്ക്. എൻ്റെ കൂടെ രണ്ട് വ്യക്തികൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടതുപോലെ എൻ്റെ 2024 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി അധികം എനിക്ക് പറയാനുണ്ട് ഈ ഇയറിനെ പറ്റി, ഒത്തിരി അധികം എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വാട്ട് ആൻ ഇയർ അല്ലേ, എന്തൊരു വർഷം. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ലൈഫിൽ ഇത്രയും നാൾ ജനിച്ചതിന് ശേഷം ഇങ്ങനൊരു ലൈഫ്, ഇങ്ങനൊരു ഇയർ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു ഇയർ ലൈഫിലുണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാർക്ക് ഈ വർഷത്തിനെ പറ്റി പല കഥകളും പറയാനുണ്ടായിരിക്കും. എനിക്ക് പിന്നെ കഥകൾ മാത്രമേ പറയാനുള്ളൂ, ഒത്തിരി അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പഠിച്ച വലിയൊരു കാര്യമുണ്ട്, വലിയൊരു കാര്യമാണ് ആരെയും ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. പക്ഷെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെയും വിശ്വസിക്കരുത്, എല്ലാവരോടും പറയരുത്. ഇതൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം ലൈഫിൽ അത് വന്നപ്പോഴത്തേനും മനസ്സിലായി അതിൻ്റെ എല്ലാവരെയും നമ്മൾ വിശ്വസിച്ച് പോകുന്നതിൻ്റെയും എല്ലാ കാര്യവും നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്നതിൻ്റെയും പ്രശ്നങ്ങൾ. ആക്ച്വലി നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അതൊരു സ്റ്റോറി മാത്രമാണ്. നമ്മളെ അനുഭവം അതെന്ത് എന്നുള്ളത് ഒരാളിരുന്ന് കേൾക്കുമ്പോഴത്തേനും അവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാവും. ചിലപ്പോൾ അവർക്ക് അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്താ ഇപ്പോൾ കൊച്ചി പറയുന്നത്, എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ഇതുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, കണ്ണും പൂട്ടി കണ്ണും അടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും നമ്മൾ ഈ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടെ നിർത്തുന്ന ആൾക്കാർ നമ്മുടെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ തകർന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒരിക്കലും ജീവിക്കണ്ട. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെ ഉണ്ടാവും, നമ്മളത് തരണം ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ജീവിക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച് ജീവിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളാരും മുന്നോട്ട് ജീവിക്കാൻ പോകുന്നില്ല. ചില സിറ്റുവേഷൻസ് നമ്മൾ തന്നെ മറികടന്നേ പറ്റൂ. അതിന് ഒരാൾ ഉണ്ടാവും അല്ലെങ്കിൽ ഒരാളുടെ കൂട്ട് നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച് ദൈവത്തോർത്ത് അങ്ങനെ ജീവിക്കാതിരിക്കുക. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഡോണ്ട് ട്രസ്റ്റ്. അത് ഞാൻ പഠിച്ച വലിയൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് ഈ വർഷം എൻ്റെ കണ്ണ് ഇരുന്ന് കരഞ്ഞ് കലങ്ങിയതിന് കണക്കില്ലെന്ന് തന്നെ പറയാം. ഞാൻ അത്രത്തോളം ഈ വർഷം കരഞ്ഞിട്ടുണ്ട്. അത്രത്തോളം എന്ന് വെച്ചാൽ ലിറ്ററലി ഒരു ദിവസമൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ കരയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അതെൻ്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതും ഈ റൂമിൽ ഇരുന്ന് തന്നെയാണ്. ഈ റൂമായിരുന്നു എനിക്കെല്ലാം. എൻ്റെ ലൈഫിൽ ഞാനൊരു തീരുമാനം എടുത്തു, ആദ്യമായിട്ട് ആരോടും ചോദിക്കാണ്ട്, ആരെയും വീട്ടുകാരെ പോലും അനുവാദം ഇല്ലാണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എൻ്റെ ലൈഫിൽ. അത് എനിക്കുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ, എനിക്ക് ഈ ലോകം മുഴുവൻ എതിരായിരുന്നു. ഈ ലോകം മുഴുവൻ നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചിലർക്ക് എത്ര നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ചിന്തിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് അത് ചിന്തിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഒരിടത്തുനിന്നും ഒരു സപ്പോർട്ടും കിട്ടാതെ ഒരു പ്രശ്നം വരുമ്പം
ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. എനിക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് ലൈഫിൽ ഒറ്റയ്ക്കായി പോവുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒക്കെ പഠിച്ചു. ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ നേരിടണം എന്ന് പോലും പഠിപ്പിച്ചു ചില പ്രശ്നങ്ങളൊക്കെ. ഒന്നാലോചിച്ചാൽ എല്ലാം നടന്നത് നല്ലതിനാണെന്നും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം കുറേയൊക്കെ മാറി. എപ്പോഴും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പഠിച്ചു. ലൈഫിൽ ഒറ്റയ്ക്കായി പോവും എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് മനസ്സിലാക്കി. വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഒത്തിരി കൂടെ നിൽക്കുന്നവരുടെ ആയിക്കോട്ടെ കുറേ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലായി എനിക്ക്. ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, മുന്നിൽ വന്ന് ചെന്ന് ചിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വന്നാലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്ക് ആൾക്കാരെ നല്ല രീതിക്ക് മനസ്സിലായി. മുന്നിൽ നിന്ന് ചിരിക്കുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് മനസ്സിലായി. നമ്മൾ അത് കണ്ടുകൊണ്ട് അവരുണ്ടാവും എന്ന് വിചാരിച്ച് ജീവിക്കേ വേണ്ട. ഈ ചിരിച്ചും കളിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാവില്ല. അതെനിക്ക് നന്നായി മനസ്സിലായി. ഒരുപാട് എനിക്ക് ആൾക്കാരെ മനസ്സിലായി. ആൾക്കാരെ ഏത് രീതിക്കാണ് ആൾക്കാരെ ഡീൽ ചെയ്തുകൊണ്ട് പോവേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാനെന്ന് വെച്ചാൽ എന്നോട് ചിരിച്ച് കാണിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കരമാണ്. എന്ത് കാര്യത്തിലും ഞാൻ അവരെ പിന്നെ അങ്ങ് തലയെ കൊണ്ടങ്ങ് നടക്കും. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള. പക്ഷേ ഇപ്പം ആരെ തലയെ കൊണ്ട് നടക്കണം, ആരെ താഴെ ഇറക്കി വെക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അതൊക്കെ ലൈഫിൽ ഞാൻ പഠിച്ച വലിയ കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ ഇയർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് ഭയങ്കര പാനിക്കാവും. ഞാൻ ഭയങ്കര നെർവസ് ആവും. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ബ്ലാങ്ക് ആയിപ്പോവും. മൊത്തം ഫ്രണ്ടിൽ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയിപ്പോവും. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം വരട്ടെ, നേരിടാം എന്നുള്ള ഇതാണ്. മാത്രമല്ല, ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, സന്തോഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ ഒരു സാഡ് മൊമെൻറ്റ് വരും. ആ ഹാപ്പിയായ ആ മൊമെൻറ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു സാഡ് മൊമെൻറ്റ് വന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് ഇരുന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റിൽ ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഈ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരിത്. കാരണം ഞാൻ പിന്നെ എടുത്ത് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ച് വെച്ചേക്കാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അറിയാമല്ലോ, ഈ ഫോണിൻ്റെയൊക്കെ സ്പേസും കാര്യങ്ങളും. ഇത് സ്പേസ് തീരുമ്പോൾ ഞാൻ തന്നെ ഇതിന് എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പോസ്റ്റ് ചെയ്യാം, അതവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും തുറന്നു പറയാനൊരു ഇതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണത്. ഒത്തിരി അധികം ആൾക്കാരൊന്നും ഇത് കാണുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാണുന്നവർക്ക് ഇങ്ങനെ വല്ല കാര്യങ്ങൾ പറയാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ അതവർക്ക് തുറന്ന് പറയാൻ ഒരിതായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇതെടുത്തു കഴിഞ്ഞാലും പോസിറ്റീവ് എന്നുള്ളതും ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2024 പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് പറയാം. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലൂസസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വർഷം. ഒരുപാട് നഷ്ടങ്ങൾ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്തിൻ്റെങ്കിലും പേരിലൊന്ന് സന്തോഷിച്ചാൽ പിറകെ ഒരു സങ്കടം വന്നിരിക്കും. അതെനിക്ക് ഈ വർഷം അച്ചട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. സന്തോഷിച്ചാൽ സങ്കടം വരും എന്നുള്ളത് എനിക്കറിയാം. അതെന്തെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല ഇത്രയും ഇരുന്നിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഒരു തെറ്റും ചെയ്യാണ്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ചെന്നിട്ടില്ല. ആരോടും ഒന്നിനും ഞാൻ ചെന്നിട്ടില്ല. ആരോടും ഒന്നിനും ചെല്ലാതെ ഇരിക്കുമ്പോഴാണ്
നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കാം. മുമ്പൊക്കെ ഞാൻ എന്തെങ്കിലും കാര്യം എനിക്കെതിരെ വന്നാൽ ഞാനത് ചോദിച്ച് റിയാക്റ്റ് ചെയ്ത് അപ്പോൾ എനിക്കൊരു സമാധാനം വരും. പക്ഷേ ഇപ്പോൾ ഒരു കാര്യവും എന്തുണ്ടെങ്കിലും ഞാൻ ആരുടെടുത്തും ചെന്ന് ചോദിക്കാനോ തർക്കിക്കാനോ എതിർക്കാനോ ഒന്നിനും ഞാൻ പോകാറില്ല. അതിനുള്ളൊരു എനർജി എനിക്കിപ്പോൾ ഇല്ലേ ഇല്ല, എനിക്കതിന് ഇല്ലേ ഇല്ല. പക്ഷേ എന്നിട്ടും ആരെയും ശല്യം ചെയ്യാൻ പോവാതിരുന്നിട്ടും ഇങ്ങോട്ട് ശല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒന്നിനും ചെല്ലില്ല എന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും നമുക്കിട്ട് താങ്ങാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ വർഷം തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ഒന്ന് നന്നാവണം, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നൊക്കെ തീരുമാനിച്ചാണ് ഈ വർഷം തുടങ്ങിയത്. സ്റ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നല്ല രീതിക്ക് ഓർമ്മയുണ്ട് ഈ വർഷം തുടങ്ങിയതും എല്ലാം. കാരണം കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഡിസംബറായി. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അന്ന് December 29 അപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ കരച്ചിലായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, ഡിപ്രഷൻ പോലും വന്ന സിറ്റുവേഷൻ പോലും ഞാൻ ഈ റൂമിനകത്തായിരുന്നു. എനിക്ക് ഈ റൂം സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റൂം. എനിക്ക് പറയുമ്പോൾ ഇപ്പോഴും കണ്ണ് നിറയും. കാരണം അത്രയ്ക്ക് റൂമിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഒത്തിരി ഇരുന്ന് ഈ റൂമിനകത്തിരുന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ പോലും എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എനിക്കൊന്നും ചുറ്റും നടക്കുന്ന എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കുമ്പം എല്ലാവരും എനിക്കെതിരെ, ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പം ഈ റൂമിൽ തന്നെ അങ്ങ് പെട്ടുപോയി ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് മുന്നോട്ട് ലൈഫില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് മുന്നോട്ട് നോക്കുമ്പോൾ എൻ്റെ ലൈഫ് ഫുൾ ബ്ലാങ്കാണ്. ഞാൻ ഒരു കാര്യമില്ലാതെ ഇരുന്ന് കരയുമ്പോഴായിരുന്നു എനിക്കൊരാശ്വാസം. പിന്നെ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കോമഡി ആയിട്ടൊക്കെ തോന്നാം. ഈ ഒറ്റയ്ക്കിരുന്ന് മിററിലൊക്കെ നോക്കി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഞാൻ കണ്ണാടി കൂടെയൊക്കെ നോക്കിയാണ് ഞാനിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒത്തിരി സിറ്റുവേഷൻസൊക്കെ. പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇങ്ങനെയൊക്കെ ആയെന്നെങ്കിലും എൻ്റെ കൂടെ രണ്ട് വ്യക്തികൾ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എനിക്കൊരു കുറച്ചെങ്കിലും ഒരു സപ്പോർട്ടായിട്ട്. അതിൽ അവരെ കാര്യം എനിക്ക് എടുത്തു പറഞ്ഞേ പറ്റും. ഞാൻ കുറച്ചെങ്കിലും മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഒന്ന് ഇരുന്നെല്ലാം ഒന്ന് ഹീൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് രണ്ട് വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഒത്തിരി ഞാൻ കരഞ്ഞപ്പോഴും ഒത്തിരി എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിൽ ആദ്യം മുതലേ നിന്നിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ഒരാൾ പകുതിക്കാണ് വന്നത്, പക്ഷേ ആദ്യം മുതലേ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ആ ആളോടൊന്നും എൻ്റെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല. അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാം പറയുമ്പോൾ അതും എടുത്ത് പറയണമല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും കരച്ചിൽ വരും. സോ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഒത്തിരി കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. ത്രൂ ഫോണെങ്കിലും എനിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോഴും ബ്ലെസ്ഡായിട്ട് കാണുന്നു. അങ്ങനെ ഒരാളും എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇവിടെ തന്നെ തീർന്നതിനായിരുന്നു എൻ്റെ ലൈഫ്. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ജീവിതം തീർക്കണം എന്ന് ചിന്തിച്ച ഒരുപാട് സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല. അത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓക്കെ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ പിന്നെ നമുക്കൊന്ന് നേരിടണ്ടല്ലോ എന്ന് നമ്മളങ്ങ് ചിന്തിക്കും. പക്ഷേ നേരിടുമ്പോൾ അത് മറികടക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ലൈഫിൽ എന്ത് പ്രശ്നവും വരട്ടെ, ഞാനിപ്പോൾ അങ്ങനെയാണ്, വന്നോട്ടെ, ഞാൻ ഡീൽ ചെയ്യാം. അങ്ങനെയാണ്. പാഡാണ്
ഒരു പ്രശ്നം വന്നാൽ ഓക്കെ തളരരുത് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർഡാണ്. ഓക്കെ, തളരരുത്, ഇതും ഇതും കടന്നു പോകും, അത് പോയിരിക്കും. ഒന്നും നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസൊക്കെ നമുക്ക് ദൈവം ഇട്ട് തരും. ഇപ്പം ഞാനൊക്കെ ആൾക്കാരെല്ലാം ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച അഹങ്കാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നില്ലേ. ഇപ്പം അതെല്ലാം തീർന്നല്ലോ എനിക്ക്. അപ്പം അതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി ദൈവം നമുക്ക് ഓരോ സിറ്റുവേഷൻസ് തരും. അത് അങ്ങ് ഡീൽ ചെയ്ത് പോയാൽ എല്ലാവർക്കും പറ്റി. എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഹാർഡസ്റ്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യാണ്. ഞാൻ വിഷമങ്ങളുണ്ട് മനസ്സിൽ ഇപ്പോഴും. പക്ഷേ ഇങ്ങനൊരു ജീവിച്ച മുഖത്തിൽ ഞാൻ ഇരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് മനസ്സിൽ തന്നെ ഞാൻ വെച്ചേക്കാണ്. ആരോടും പറയാറില്ല. ചിരിച്ചും കളിച്ചും ഞാൻ പുറമേ നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ബേർഡൻ ഇവിടെ ഉണ്ട്. അതെല്ലാം മാറും എന്നുള്ളത് ഇപ്പോൾ എനിക്കൊരിതായി. ഞാൻ വിചാരിക്കുക വരണിടത്ത് വെച്ച് കാണാം. എല്ലാവരും സക്സസ് ആയിട്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളല്ല. സോ വരുന്നിടത്ത് വെച്ച് കാണാം. ദൈവം എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടാവും, അത് സമയമാകുമ്പോൾ ദൈവം തരും. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഫേസ് ചെയ്തൊരു കാര്യമാണ് ഡിപ്രഷൻ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ എനിക്ക് പറയാനുള്ളത്, ഡിപ്രഷനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. കടികട്ടിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലൈഫ് ഇവിടെ നിന്ന് പോകുന്നേ വിചാരിക്കത്തുള്ളൂ. കരയേണ്ടി വരും, നമുക്ക് ഇഷ്ടം പോലെ ഇരുന്ന് കരയേണ്ടി വരും. കരഞ്ഞിരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ ചിന്തിക്കുക, ഈ സിറ്റുവേഷൻ മാറും എന്നങ്ങ് ചിന്തിച്ചാൽ മതി. കരഞ്ഞോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കരഞ്ഞോ, നിങ്ങൾക്ക് വിഷമോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു സമാധാനം കിട്ടുന്ന അത്രയും വരെ നിങ്ങളിരുന്ന് കരഞ്ഞോ. പക്ഷേ ലൈഫ് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കാരണം നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കി കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ ലൈഫൊന്നും എങ്ങും എത്തിയിട്ടില്ല. നമുക്ക് ഇപ്പം ഇതിലും വലിയ സിറ്റുവേഷൻസും ഇതിലും വലിയ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം ഇപ്പം ഞാൻ വേറൊരാളുടെ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അയ്യോ എനിക്ക് ഇത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ സ്റ്റിൽ നമ്മുടെ പ്രശ്നം നമുക്ക് വലുത് തന്നെയാണ്. നമ്മൾ അനുഭവിക്കുന്ന കാര്യം നമുക്ക് ഏറ്റവും വലുത് തന്നെയാണ്. അത് ബാക്കിയുള്ള ഒരാളുടെ ഇത് വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മുടെ പ്രശ്നം നമുക്ക് വലുതാണ്. എൻ്റെ പ്രശ്നം എനിക്കും വലുത് തന്നെയാണ്. വേറൊരു കാര്യം, വെയിറ്റ് ഗെയിൻ. ഈ വർഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യമാണ് വെയിറ്റ് ഗെയിൻ. ബേസിക്കലി എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിൽ വലിയ പ്രോബ്ലം ഒന്നുമല്ല. കൂടിയ എന്ത് പ്രശ്നം, തടി കുറഞ്ഞ എന്ത് പ്രശ്നം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സും കയറാതെ അതെനിക്കങ്ങ് വന്ന ഒരു പ്രശ്നം. ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ കോൺഫിഡൻ്റ് അല്ല, ഒന്നിനും കോൺഫിഡൻ്റ് അല്ല. എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ഒരു ഇതായിരുന്നു. ക്യാമറയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യും, തടി കുറവ് തോന്നിക്കുന്നുള്ള രീതിക്കുള്ള ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു രീതിക്ക് ഡ്രസ്സപ്പ് ചെയ്യാം എന്നൊക്കെ ഞാനിരുന്ന് അങ്ങ് ഇത് ചെയ്യും. തടി കുറവുള്ള ആൾക്കാർ തടി കൂടുതലുള്ള ആൾക്കാർ തടി കുറവ് തോന്നിക്കാൻ വേണ്ടി ഏതൊക്കെ കളർ ഡ്രസ്സ് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സാണ് ഇത് ചെയ്യുക, സ്റ്റൈൽ ചെയ്യുക. ഇതൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ പണി. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എൻ്റെ ഒരു ഡ്രസ്സും കയറുന്നില്ല. ഒന്നാമത് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നതിൽ മിടുക്കിയാണ്. അങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ഒരാൾക്ക് അതൊന്നും കയറാതെ വരുമ്പോഴുള്ള സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം ഒരുപാട് ഡ്രസ്സുകൾ പിന്നും വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് വേറൊരു പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് വേറൊന്നും കൊണ്ടല്ല, എനിക്ക്
ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒത്തിരി ഉണ്ട് അതിൽ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും ഈ കളർ തടീൻ്റെ പേരിൽ ഒത്തിരി കളിയാക്കൽ കേട്ടിട്ടുണ്ട്. ഒത്തിരി മാറിയൊക്കെ എനിക്ക് മാറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഇൻസിഡൻസൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും അധികം ആരുടെ അടുത്തും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് തടി വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും. അയ്യോ പിന്നും ആൾക്കാർ കുഞ്ഞിലെ കളിയാക്കിയതുപോലെ കളിയാക്കോ, മാറ്റി നിർത്തോ, ഇങ്ങനെയൊക്കെ ഞാനങ്ങ് ചിന്തിക്കും. അപ്പം അതുകൊണ്ട് എനിക്ക് തടി വെക്കുന്നത് എനിക്ക് വലിയൊരു ട്രോമയാണ്. പിന്നെ ഈ ഡ്രസ്സൊന്നും കയറാതിരിക്കുക. ഇപ്പം ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ ഞാനിങ്ങനെ മെലിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഇതിലും കൂടെയാണ്, തത്രപ്പാടിലും കൂടെയാണ്. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കുറേ ഡ്രസ്സൊക്കെ എനിക്കിപ്പം കയറുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ആ ഒരു കാര്യത്തിലെങ്കിലും ഞാൻ ഹാപ്പിയാണ് ഈ വർഷം. സത്യം പറയാമല്ലോ, വെയിറ്റ് കൂടുകയും ചെയ്ത് കുറയ്ക്കാനുള്ളൊരിതിലും ഞാൻ തയ്യാറെടുപ്പിലും കൂടെയൊക്കെയാണ്. തയ്യാറെടുപ്പ് മീൻസ് വെയിറ്റ് ലോസ് ജേണിയിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറ്റും കാര്യങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വന്ന കുറച്ച് ഇഷ്യൂസാണ് ഈ ഹോസ്പിറ്റൽ ഇഷ്യൂസ്. ഫസ്റ്റ് ഓപ്പറേഷൻ അതൊക്കെ ഫേസ് ചെയ്തു. പിന്നെ അതായിട്ടുള്ള സ്കിൻ പ്രോബ്ലമൊക്കെ ഫസ്റ്റാണ് കേട്ടോ, ലൈഫിൽ ആദ്യമായിട്ടാണ് വരുന്നത് സ്കിന്നിൻ്റെ പ്രോബ്ലമൊക്കെ. അപ്പം അത് വേറൊരു വീഡിയോ ആയിട്ടിടാം. എങ്ങനെയാണ് സ്കിന്നിൻ്റെ പ്രോബ്ലം എല്ലാം മാറിയെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. ഇപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സ്കിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ് സ്കിന്ന്. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയാൽ എങ്ങും എത്തില്ല, എല്ലാം കൂടെ മിക്സായി നാശക്കുളമായി. ഇപ്പം തന്നെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഇനി ഈ വീഡിയോ ഒന്ന് നോക്കണം എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയെന്നുള്ളത്. സോ അപ്പം അത്രയേ ഉള്ളൂ. പറയുമ്പം ഇത്ര സിമ്പിളായിട്ടങ്ങ് പോവും, പക്ഷേ അനുഭവിച്ചത് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓരോ ദിവസവും ഭയങ്കര ഹാർഡായിരുന്നു തള്ളി നീക്കിക്കൊണ്ട് പോകാൻ. എങ്ങനെ തള്ളി നീക്കി ഞാൻ ജീവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു ചെറിയ പ്രശ്നം പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് 4 ചുറ്റിനും പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. ഞാനത് ഡീൽ ചെയ്തു. എനിക്ക് എന്നോട് തന്നെ ചില സമയത്തൊരു പ്രൗഡ് മൊമെൻറ്റ് തോന്നാറുണ്ട്. ജീവിതം കൈവിടാണ്ട് ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. സോ ഐ ഹോപ്പ് 2025 കംസ് ബെറ്റർ. ഞാൻ പ്രാർത്ഥിക്കാം സത്യമായിട്ട്. ഞാൻ ഇന്നേ വരെ ഒരു വർഷവും നല്ലതാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു പോവാ, ദൈവമേ 2025 എന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ എൻ്റെ ദൈവമേ. എനിക്ക് വയ്യ. ഒരു ലൈഫിൽ ഞാൻ അനുഭവിച്ച് തീർക്കേണ്ടതെല്ലാം ഞാൻ ഈ വർഷം അനുഭവിച്ച് തീർത്ത്. ഇനി വയ്യ. അതുകൊണ്ട് ഇപ്പം പക്ഷേ എങ്ങനെയൊക്കെ ഡീൽ ചെയ്ത് പോകണം എന്നറിയാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എല്ലാവർക്കും 2025 നല്ലൊരു വർഷമാവട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടാൻ പറ്റട്ടെ. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ 2024 എനിക്ക് കിട്ടിയില്ല, 2025 കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വർഷം അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തീർന്നു. അത് നന്നായി എന്നെനിക്ക് തോന്നുന്നു. നല്ല കാര്യം, തീരട്ടെ, അങ്ങ് തീർന്ന് തൊലയട്ടെ. ഇങ്ങനൊരു വൃത്തികെട്ട വർഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. തൊലയട്ട് തീർന്ന്. എനിക്ക് വയ്യ. ഇനി 2-3 ദിവസവും കൂടെ ഉള്ളൂ. ജാനുവരി നല്ലൊരു തുടക്കമായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ആൻഡ് നിങ്ങൾക്കും 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ഒരുപാട് കഥകൾ എല്ലാവർക്കും പറയാനുണ്ടാവും. നിങ്ങൾക്കും ഇരുന്ന് എന്നെപ്പോലെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ എല്ലാവരും അറിയട്ടെ. എല്ലാവരും അറിയട്ടെ. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇപ്പോഴും കൺഫ്യൂസ്ഡാണ് പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഐ ഹോപ്പ് ഇപ്പോഴും ഞാൻ പറയാം 2025 കംസ് ബെറ്റർ. കരയാത്തൊരു വർഷം കിട്ടിയാൽ മതി. എനിക്കത്രയേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ വരട്ടെ. അത് കുഴപ്പമില്ല. പക്ഷേ എന്നെ ഇരുത്തിക്കളയുന്ന പ്രശ്നങ്ങളൊന്നും വരാതിരുന്നാൽ മതി എന്നുള്ളത് എനിക്കുള്ളൂ. തട്ടിയും മുട്ടിയും ജീവിച്ചാൽ മതി. ഓക്കെ, ബൈ ഗൈസ്.